JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗ്രഹയോഗത്തെക്കുറിച്ചാണ്. അതായത് ഒരു രാശിയിൽ ചിലപ്പോൾ 2 ഗ്രഹങ്ങൾ വരാം, 3 ഗ്രഹങ്ങൾ വരാം, 4 ഗ്രഹങ്ങൾ വരാം, 5 ഗ്രഹങ്ങൾ വരാം. അങ്ങനെ പലപ്പോഴും ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ഇതിന് ഗ്രഹയോഗം എന്ന് പറയും. 2 ഗ്രഹങ്ങളാണ് ഒന്നിച്ചു നിൽക്കുന്നത് ഒരു രാശിയിലെങ്കിൽ അതിനെ ദ്വിഗ്രഹയോഗമെന്നും, 3 ഗ്രഹങ്ങളാണെങ്കിൽ ത്രിഗ്രഹയോഗമെന്നും, 4 ഗ്രഹങ്ങളുണ്ടെങ്കിൽ ചതുർഗ്രഹയോഗമെന്നും, 5 ഗ്രഹങ്ങളുണ്ടെങ്കിൽ പഞ്ചഗ്രഹയോഗമെന്നും ഒക്കെ പറയും. ഇതിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്യും. അത് സാധാരണഗതിയിൽ പറയുന്നതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവുമായിരിക്കും. കാരണം ഒന്നിലധികം ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഈ രാശികളിലെ ഓരോ ഗ്രഹത്തിൻ്റെയും തനതായ സ്വഭാവത്തിന് സ്വാധീനം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധനും ഗുരുവും ചേർന്നുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ബുധനും വ്യാഴവും ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതുകൊണ്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും രാശിക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജൂൺ 6 മുതൽ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്കാണ് ബുധൻ മാറിയത്. അതുപോലെ ജൂൺ 14 വരെ മാത്രമേ ഈ യോഗം നിലനിൽക്കുകയുള്ളൂ. കാരണം ജൂൺ 15 മിഥുനം രാശിയിൽ സൂര്യൻ കൂടി വരുന്നുണ്ട്. അപ്പം അവിടെ 3 ഗ്രഹങ്ങൾ വരും. അതായത് സൂര്യനും ബുധനും വ്യാഴവും വരും. അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ബുധനും വ്യാഴവും ഒരു രാശിയിൽ വരുമ്പോഴുള്ള ഫലത്തെ സംബന്ധിച്ചാണ്. അതായത് ജൂൺ 6-ാം തീയതി മുതൽ ജൂൺ 14-ാം തീയതി വരെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇടവം 23 മുതൽ ഇടവം 31 വരെ. മിഥുന മാസത്തിലേക്ക് കടക്കുമ്പോൾ അതോടൊപ്പം തന്നെ സൂര്യനും വന്നു ചേരും. അപ്പം ത്രിഗ്രഹയോഗമാകും. അതായത് 3 ഗ്രഹങ്ങളുടെ യോഗം ആകും. ഇവിടെ 2 ഗ്രഹങ്ങളുടെ യോഗമാണ് ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബുധനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ യോഗത്തെ സംബന്ധിച്ച് പറയുന്നത് നാട്യ നൃത്ത കലകളിൽ താല്പര്യമുണ്ടാകാം, സംഗീത സാഹിത്യാദി കാര്യങ്ങളിൽ മെച്ചമുണ്ടാകാം, മിതഭാഷയായിരിക്കും. അതായത് ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാചാലമായിട്ടൊന്നും സംസാരിക്കുന്ന ആ ഒരു പ്രകൃതം ഉണ്ടാകില്ല. അത്യാവശ്യത്തിന് മാത്രം വേണ്ടുന്ന കാര്യങ്ങൾ പറയുക. നല്ല സ്വഭാവ ഗുണവും കാഴ്ചയിൽ ഭംഗിയും ലഭിക്കും എന്നും പറയുന്നുണ്ട്. ഈ പറയുന്നത് ഒരു പൊതുഫലമായിട്ട് മാത്രമേ നമ്മൾ കാണാവൂ. കാരണം ബുധനും വ്യാഴവും 2 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് ഏത് രാശിയിലും വരാം. അപ്പോൾ ഓരോ രാശിയും മാറി മാറി വരുമ്പോഴുള്ള ഫലവും അതുപോലെ തന്നെ ഓരോ രാശിക്കാർക്കും ചന്ദ്രാലോ ലഗ്നാലോ എത്രാം ഭാവത്തിൽ വരുന്നു എന്നതിൻ്റെ വ്യത്യാസമനുസരിച്ചും ഫലങ്ങൾക്ക് മാറ്റം വരും. ചില രാശികളിൽ ഈ യോഗം കൂടുതൽ ഗുണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയാൻ പോകുന്നത് മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധനെയും ഗുരുവിനെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിലും, അതായത് മിഥുനത്തിലെ ബുധൻ നൃത്ത സംഗീത കലകളിൽ കഴിവുള്ള വ്യക്തിയും, വിദ്യ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടയാളും, ആരോടും നല്ല വാക്കുകൾ മാത്രം പറയുന്ന സ്വഭാവക്കാരനും, ആശയവിനിമയ രംഗത്ത് വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വവും, പല വിഷയങ്ങളിൽ അറിവ് നേടുന്ന വ്യക്തിയുമായിരിക്കും. പല വിഷയങ്ങളിൽ എന്ന് പറയുമ്പോൾ സ്വന്തമായി തന്നെ പല വിഷയങ്ങളിലും അറിവ് നേടുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഏകദേശ രൂപം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി വ്യാഴത്തിൻ്റെ കാര്യമെടുത്താൽ, വ്യാഴം മിഥുനൻ രാശിയിലാണ് വരുന്നത് എങ്കിൽ ധാരാളം ഗ്രഹോപകരണങ്ങൾ സമ്പാദിക്കുന്ന പുത്രന്മാരും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമൊക്കെ ഉള്ള സുഖിമാനും ഉന്നത അധികാര സ്ഥാനത്ത് എത്തുന്ന വ്യക്തിയുമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രാജസജ്യം എന്നും പറയാം. ഈ ഫലങ്ങൾ പുരുഷന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും ഇത് അനുഭവയോഗ്യമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ബുധൻ്റെ സമനാണ് വ്യാഴം. ബുധൻ നിൽക്കുന്നത് അതിൻ്റെ തന്നെ വീട്ടിലാണ് എന്ന് പറയുന്നത്, സ്വക്ഷേത്രം എന്ന് പറയും.
എന്നാൽ വ്യാഴം ബുധൻ്റെ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ബുധൻ ശത്രുവാണ്. നമ്മൾ അങ്ങനെയും കൂടി ചിന്തിക്കണം. ചന്ദ്രരാശി അനുസരിച്ച് ജന്മനക്ഷത്രം അനുസരിച്ചുമാണല്ലോ രാശിക്കൂറ് നോക്കി ഫലം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ലഗ്നാലുള്ള ഫലം എല്ലാം അതുപോലെ തന്നെ ചാരവശാൽ പറയുന്നില്ല എന്നത്. ഇനി ബുധനെ സംബന്ധിച്ച് നമ്മൾ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ബുധൻ കന്നി രാശിയിൽ 15ാമത്തെ ഡിഗ്രിക്ക് അത്യുച്ചത്തിലെത്തുന്നു. അതുപോലെ തന്നെ മീനൻ രാശിയിൽ 15ാമത്തെ ഡിഗ്രിക്ക് പരമനീച സ്ഥാനത്തും എത്തുന്നു. ഇതിൻ്റെ മൂലക്ഷേത്രം എന്ന് പറയുന്നതും കന്നിയുടെ 15-20 ഡിഗ്രികളിൽ വരുന്ന ആ സഞ്ചാര സമയമാണ്. ബന്ധു എന്ന് പറയുന്ന സൂര്യനും ശുക്രനുമാണ്. സമൻ ചൊവ്വായും ഗുരുവും സൂര്യനുമൊക്കെ സമനാണ്. ശത്രു എന്ന് പറയുന്നത് ബുധന്റെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. ഇനി ബുധന്റെ ഭാവം അത്ഭുതം, ഹാസ്യം എന്നൊക്കെയാണ്. അതായത് ഹാസ്യരസപ്രിയനായിരിക്കും ബുധനെ കൊണ്ടുള്ള കൂടുതൽ ഗുണം ലഭിക്കുന്നവർ, അങ്ങനെയും പറയുന്നുണ്ട്. ബുധന്റെ നിറം പച്ചയാണ്, സ്വാദ് ഉപ്പാണ്. കാരകത്വ സ്വഭാവം അനുസരിച്ച് പല കാര്യങ്ങളെയും ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യ, ഗണിതം, വാക്ക്, അതുപോലെ ബന്ധുക്കള്, ഹാസ്യരസം, ഗണിതശാസ്ത്രം, ലേഖനം, ചിത്രകല, പ്രസംഗം, കൗശലം, ഇന്ദ്രജാലം, ജേർണലിസം, അധ്യാപകന്റെ ജോലി, അമ്മാവൻ, അനിന്ദ്രവൻ, ഇളയരാജാവ്, മന്ത്രി, ഗുമസ്തൻ, പ്രസ് നടത്തുന്നവർ അല്ലെങ്കിൽ പത്രം നടത്തുന്നവര്, ശില്പവേല ചെയ്യുന്നവര്, കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, പുസ്തക പ്രകാശനം, പുസ്തകരചന, പുസ്തകശാല, വായനശാല, വാർത്താവിനിമയം, തപാല്, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ് ബുധനെ സംബന്ധിച്ചുള്ളത്. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കർക്കിടകം 5 ഡിഗ്രിയിൽ അത് ഉച്ചസ്ഥാനത്തെത്തും. മകരത്തിൻ്റെ 5ാമത്തെ ഡിഗ്രിയിൽ അത് പരമനീചത്തിലും വരും. മൂലക്ഷേത്രം എന്ന് പറയുന്നത് ധനു രാശിയുടെ 10ാമത്തെ ഡിഗ്രിയാണ്. ബന്ധുക്കളെ സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബന്ധുവാകുമ്പോൾ സമൻ ശനിയാണ്. ശത്രുവാണെങ്കിൽ ബുധനും ശുക്രനുമാണ്. വ്യാഴത്തിൻ്റെ ഭാവം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ശാന്തവും കരുണയുമാണ്. സത്സ്വഭാവം, സദാചാരം, ദൈവഭക്തി, ആത്മീയ ചിന്താഗതികൾ, അധ്യാപകൻ അല്ലെങ്കിൽ പുരോഹിതൻ, പൂജാരി, ഗുരുക്കന്മാര്, ജ്യേഷ്ഠ സഹോദരൻ, കാര്യസ്ഥൻ, ഉദ്യോഗസ്ഥ, മേധാവി, ഉപദേശകൻ, രാജ്യഭരണം, ഭണ്ഡാരം, റിസർവ് ബാങ്ക് മുതൽ ഇങ്ങോട്ട് അതാ സൂചിപ്പിക്കും. ബാങ്കിങ്, ഷെയർ മാർക്കറ്റ്, ആചാര അനുഷ്ഠാനങ്ങൾ, സാമ്പത്തിക ശാസ്ത്രം, വേദാന്തം, യോഗ, പൊളിറ്റിക്സ്, ഫിലോസഫി, ഇങ്ങനെ വ്യാഴത്തിൻ്റെ ആ കാരകത്വവും ഇങ്ങനെ നീണ്ടുപോകും. ഉന്നത അധികാര സ്ഥാനത്ത് എത്തുന്നവരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചന എന്ന് പറഞ്ഞാൽ MA ലിറ്ററേച്ചർ പഠിക്കുന്നവർ, ഇപ്പം പൊളിറ്റിക്സും ഫിലോസഫിയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണെങ്കിലും, അതുപോലെ ചെങ്കോല്, നാണയം, രാജവംശം, യാഗഭൂമി, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒത്തിരി കാര്യങ്ങൾ വ്യാഴത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ബുധനും വ്യാഴവും പൊതുവെ നോക്കുമ്പോൾ പഠിക്കാനുള്ള കഴിവ്, അറിവ്, അതായത് അറിവിനെ സംബന്ധിച്ച കാര്യങ്ങൾ ബുധൻ നൽകുമ്പോൾ ബുദ്ധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് വ്യാഴം നൽകുക. രണ്ടും അനുകൂലമായാൽ പഠനത്തിൽ വളരെയേറെ പുരോഗതി ഉണ്ടാവും, നല്ല മെമ്മറി പവർ ഉണ്ടാവും, പഠിക്കാനുള്ള ബുദ്ധിശക്തി കൂടുതലായിരിക്കും, ഏത് കാര്യവും അപ്പോഴപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ബുധനും വ്യാഴവും തമ്മിലുള്ള സംയോഗത്തിൽ പറയാൻ സാധിക്കും. നല്ല നിലയിൽ പഠിക്കാനും അതുമൂലം വളരെ ഉയർന്ന നിലയിലെത്താനും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി തന്നെ മാറും. ഉയർന്ന പദവിയിലും അതുപോലെ തന്നെ ജീവിതം ഏറ്റവും നല്ല ഒരു ടോപ്പിൽ, അതായത് ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനാകാം. അതുപോലെ രാജതന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ പ്രസിദ്ധനാകാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ വിദഗ്ധനാകാം. പലവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും അധ്യാപകൻ എന്ന രീതിയിൽ വളരെ മികച്ച വ്യക്തിയാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് കാര്യകാരണ സഹിതം നന്നായി വിശദീകരിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം തന്നെ ബുധനും നൽകും. ഒരു രാശിയിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ വരുമ്പോഴുള്ള ഫലത്തെ സംബന്ധിച്ച്
ചില വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ജ്യോതിഷം പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ ചെയ്യുന്ന വീഡിയോയിൽ പോലും പഠിതാക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ വരും. അതായത് ഇപ്പോൾ ബുധനും വ്യാഴവും മിഥുനം രാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലം ഞാൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആദിത്യനും കൂടെ വരുമ്പോൾ ത്രിഗ്രഹയോഗം 3 ഗ്രഹങ്ങളാണ് വരുന്നത്. ഇവിടെ അഖണ്ഡ സാമ്രാജ്യ യോഗം സംഭവിക്കുമെന്നും അത് മിഥുനം രാശിക്കാർക്ക് വളരെയേറെ മെച്ചമായിരിക്കുമെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന വീഡിയോകളും ഞാൻ കണ്ടു. സത്യത്തിൽ അങ്ങനെ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച, കാരണം ഇത് കാണുമ്പോൾ പഠിക്കുന്ന ആൾക്കാരിലും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരിലും ഒക്കെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബുധനും വ്യാഴവും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം, അതായത് അത് ഓരോരുത്തരെ സംബന്ധിച്ചും മേടക്കൂറ് മുതൽ മീനക്കൂറുകാർ വരെയുള്ള 12 ഭാവങ്ങളിലും ഇത് വരുമ്പോൾ എന്താണ് ഫലം എന്നതിനെ സംബന്ധിച്ച് ജാതകാദേശം എന്ന ആ മൂലഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ബുധന്റെ ചാരഫലമാണ് പറയുന്നത്. അർത്ഥക്ഷയം, ശ്രീയമരാതിഭയം, ധനാബ്ധിം, ഭാര്യാസുതാദികലഹം, വിജയം വിരോധം, പുത്രലാഭം അഥ വിഘ്നം, അശേഷസൗഖ്യം പുഷ്ടിം, പരാഭവഭയം ച കരോതി ചാന്ദ്രീം എന്ന് പറഞ്ഞാൽ ബുധൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ അത് ധനനാശത്തെ ചെയ്യും. അത് സാമ്പത്തികമായ ഗുണമൊന്നും ഉണ്ടാവത്തില്ല എന്നതിന്. 2-ലാണെങ്കിൽ ധനത്തിൻ്റെ പുഷ്ടിയെയും, 3-ൽ ശത്രുഭയത്തെയും, 4-ൽ ധനലാഭത്തെയും, 5-ൽ ഭാര്യാപുത്രൻ മുതലായ കുടുംബക്കാരുമായി അല്ലെ വീട്ടുകാരുമായിട്ട് കലഹത്തെയും, 6-ൽ കാര്യജയത്തെയും, 7-ൽ ബന്ധുജന വിരോധത്തെയും, 8-ൽ പുത്രലാഭത്തെയും, 9-ൽ കാര്യവിഘ്നത്തെയും, 10-ൽ സൗഖ്യത്തെയും, 11-ൽ നിൽക്കുമ്പോൾ പുഷ്ടിയെയും, 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്കളിൽ നിന്ന് ഭയത്തെയും തോൽവിയെയും അനുഭവപ്പെടും. ഇത് ഓരോ രാശികളിലും വരുമ്പോഴുള്ള ആ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളെ സൂചിപ്പിക്കത്തുള്ളൂ. ശ്ലോകത്തിൽ നമ്മളത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത്. അതുപോലെ വ്യാഴത്തെ സംബന്ധിച്ച് വ്യാഴം ചാരവശാൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. വ്യാഴത്തെ സംബന്ധിച്ച് പറയുന്നത് ഓരോ രാശിയിലും വരുമ്പോൾ, ജന്മരാശി മുതലുള്ള ഓരോ രാശിയിലും വ്യാഴം സഞ്ചരിക്കുമ്പോൾ നാനാദുഃഖം, വിത്തസമൃദ്ധിയും, സ്ഥിതിനാശം, ബന്ധുക്ലേശം, പുത്രപ്രാപ്തി, രിപുബാധ, ഭോഗാൻ, രോഗാൻ, വിത്തസുഖാപ്തിയും, ധനഹാനിയും, സ്ഥാനപ്രാപ്തിയും, ദുഃഖഭയം യച്ഛതി ജീവ. ഇവിടെ ഓരോ രാശിയുടെയും അല്ലെങ്കിൽ ഓരോ ഭാവത്തിലും വരുമ്പോൾ പറയുന്ന ചാരവശാലുള്ള ഫലം പറയുന്നത്, ജന്മരാശിയിൽ വന്നാൽ നാനാ ദുഃഖം, പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാം. 2-ാം ഭാവത്തിലാണെങ്കിൽ വിത്തസമൃദ്ധി, സാമ്പത്തികമായിട്ട് നല്ല ധനലാഭം ഉണ്ടാകും, സാമ്പത്തിക പുഷ്ടി ഉണ്ടാകും. 3-ാം ഭാവത്തിൽ സ്ഥിതിനാശം. സ്ഥിതിനാശം എന്ന് പറഞ്ഞാൽ എന്താണോ അപ്പോഴുള്ള സ്ഥിതി അതിന് നാശമുണ്ടാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം വരാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കാം. 4-ാം ഭാവത്തിൽ ബന്ധുക്ലേശം, ബന്ധുക്കൾ വിരോധിയാവുക അല്ലെങ്കിൽ ബന്ധുക്കളോട് വിരോധം ഉണ്ടാവുക. അത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. 5-ാം ഭാവത്തിൽ പുത്രധനാബ്ധിയും, സന്താനലാഭവും ധനലാഭവും. 6-ൽ രിപുബാധാം, രിപു എന്ന് പറഞ്ഞാൽ ശത്രു, അപ്പം ശത്രുബാധയുണ്ടാവുക, രോഗബാധ വരിക, ഇതെല്ലാം ബാധ എന്നാണ് സൂചിപ്പിക്കുന്നത്. 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭോഗാൻ, ഭോഗാൻ എന്ന് പറഞ്ഞാൽ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുക. അതായത് എല്ലാവിധ സുഖങ്ങളെയും, ഭോഗസുഖം, എല്ലാവിധ സുഖങ്ങളെയും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. 8-മത്തിൽ രോഗാൻ എന്ന് പറഞ്ഞാൽ രോഗത്തെ സൂചിപ്പിക്കുന്നു. 9-ാം ഭാവത്തിൽ വിത്തസുഖാപ്തിയും, അതായത് എല്ലാവിധമായ ഭാഗ്യവും സുഖവും ലഭിക്കുന്നു എന്നാണ്.
വ്യാഴത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 10ൽ ധനഹാനിയും എന്ന് പറഞ്ഞാൽ 10ൽ വ്യാഴം നിന്നാൽ ഉടനെ അങ്ങ് കർമ്മപുഷ്ടിയും അതുപോലെ തന്നെ കോടീശ്വരയോഗവും ഒക്കെ വരുമെന്ന് പറയുന്നതിലെങ്കിലും ഒരു അർത്ഥവുമില്ല. സാമ്പത്തികമായിട്ട് അല്പം ഇടിവുണ്ടാകത്തേ ഉള്ളൂ. 11ൽ സ്ഥാനപ്രാപ്തിയും എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങളും ധനലാഭവും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചയും 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത്. 12ാം ഭാവത്തിൽ ദുഃഖഭയം യച്ഛതി ജീവ. 12ാം ഭാവത്തിൽ വ്യാഴം വന്നാൽ അത് വലിയ ദുഃഖത്തെ ഉണ്ടാക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ ഈ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ പ്രമാണം എന്നാണ് സാധാരണ പറയുന്നത്. അതൊന്നും നിങ്ങളുമായിട്ട് വിശദീകരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന്. അത് തന്നെയുമല്ല, വളരെ ചുരുങ്ങിയ 1-2 വാക്കുകളിലൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പറയുന്നത്. അത് നമ്മൾ അതനുസരിച്ച് എക്സ്പ്ലനേഷൻ നടത്തുകയാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഓരോ ബന്ധങ്ങളും അതെല്ലാം കൂടെ അനുസരിച്ച് എന്തൊക്കെയായിരിക്കാം അനുഭവപ്പെടാൻ സാധ്യത എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ പറഞ്ഞതനുസരിച്ച് ഓരോ രാശിക്കാർക്കും ഈ 2 ഗ്രഹം ദിഗ്രഹയോഗം കൊണ്ട് എന്താണ് ഗുണവും ദോഷവും എന്നുള്ളത് ഈ പറഞ്ഞ 2 ശ്ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബുധനും വ്യാഴവും ഓരോ രാശിയിൽ വരുമ്പോൾ, ജന്മരാശിയിലും 2ാം ഭാവത്തിലും 3ാം ഭാവത്തിലും 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഫലം എന്നത്. അപ്പം ഈ 2 ഗ്രഹങ്ങളും ബുധനും വ്യാഴവും അനുകൂലമായി എത്ര പേർക്കുണ്ട്, അനുകൂലമല്ലാതെ എത്ര പേർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളൊരു വിശകലനം നടത്തുന്നത്. മേടൻ രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജന്മരാശി മേടമാണ്. അപ്പം മേടൻ രാശിക്കാർക്ക് 3ാം ഭാവത്തിലാണ് ബുധനും അതുപോലെ തന്നെ വ്യാഴവും വരുന്നത്. ഇത് രണ്ടും ഗുണമല്ല. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിലും ബുധനും വരുന്നു, വ്യാഴവും വരുന്നു. അപ്പം ഈ 2ാം ഭാവത്തിൽ ബുധൻ വരുന്നതും വ്യാഴം വരുന്നതും ഒരുപാട് ഗുണങ്ങളെ ചെയ്യും. ഫലം ഞാൻ പിന്നീട് പറയാം. അപ്പം ഇടവൻ രാശിക്കാർക്ക് 2ഉം ഗുണമാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മരാശിയിൽ ബുധൻ നിന്നാലും വ്യാഴം നിന്നാലും നല്ലതല്ല എന്നുള്ളതാണല്ലോ ഒറ്റ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിൻ്റെ ഫലം. അപ്പം അവർക്കും 2ഉം അനുകൂലമല്ല. ബുധനും അനുകൂലമല്ല, വ്യാഴവും അനുകൂലമല്ല. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 12ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ഇത് 2ഉം അവർക്ക് അനുകൂലമല്ല. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 2ഉം 11ാം ഭാവം വരും. അതുകൊണ്ട് ഈ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. കന്യരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ അനുകൂലമാണ്. അതായത് ജന്മരാശാധിപനാണ് ബുധൻ, അത് 10ാം ഭാവത്തിൽ നിൽക്കുന്നു, അതിൻ്റെ മെച്ചം ഉണ്ടാകും. എന്നാൽ വ്യാഴം 10ൽ നിൽക്കുമ്പോഴുള്ള നല്ല അനുഭവം പറയുന്നില്ല. അപ്പോൾ 1 ഗുണവും 1 ദോഷവുമാണ്. തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ അനുകൂലമല്ല, കാരണം 9ാം ഭാവത്തിലാണ്. എന്നാൽ വ്യാഴം വളരെ അനുകൂലമാണ് താനും. 9ാം ഭാവത്തിലെ വ്യാഴം വളരെയേറെ ഗുണം ചെയ്യുന്നു. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അഷ്ടമത്തിലെ ബുധൻ ഗുണം ചെയ്യും, പക്ഷെ വ്യാഴം ഗുണം ചെയ്യത്തില്ല. ധനു രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. 7ാം ഭാവത്തിലെ ബുധൻ്റെ ഫലം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബുധൻ അനുകൂലമല്ല, പക്ഷെ വ്യാഴം അനുകൂലമാണ്. സർവ്വവിധമായ സുഖങ്ങളും ലഭിക്കും, ഭോഗസുഖം. മകരം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബുധൻ 6ാം ഭാവത്തിലാണ്, അത് വളരെ നല്ലതാണ്. പക്ഷെ വ്യാഴം 6ാം ഭാവത്തിൽ വരുന്നത് ഗുണം ചെയ്യത്തുമില്ല. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അനുകൂലമല്ല, പക്ഷേ 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെയേറെ ഗുണം ചെയ്യും. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 4ാം ഭാവത്തിലെ ബുധൻ ഗുണം ചെയ്യും, 4ാം ഭാവത്തിലെ വ്യാഴം ഗുണം ചെയ്യുന്നില്ല. ഇത്രയും വിശദീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മിഥുനൻ രാശിക്കാർക്ക് അഖണ്ഡ സാമ്രാജ്യ യോഗമൊന്നും ഉണ്ടാകത്തില്ല. കാരണം വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും കൂടി സൂര്യൻ കൂടി വന്നു എന്ന് വിചാരിക്കാം. മിഥുനമാസമാകുമ്പോൾ സൂര്യൻ കൂടി വരുമല്ലോ. സൂര്യൻ കൂടി വന്നാൽ സൂര്യനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന രാശി എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 ഭാവങ്ങൾ. അപ്പം ജന്മരാശിയിൽ സൂര്യൻ വന്നു എന്ന് വിചാരിച്ച് അതുകൊണ്ടും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സൂര്യബുധ യോഗം. അതായത് നിപുണ യോഗത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം.
അത്രമാത്രമേ ഉള്ളൂ. ഇത് അഖണ്ഡ സാമ്രാജ്യ യോഗം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി തരത്തുമില്ല. ഇത് ഞാൻ ഈ ശ്ലോകം ചൊല്ലും അതിൻ്റെ പ്രമാണം ചൊല്ലി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പഠിക്കുന്ന ആൾക്കാർ കാണും. അപ്പം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുതല്ലോ, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇടവം ചിങ്ങൻ രാശിക്കാർക്ക് ഈ യോഗം ഒരുപാട് ഗുണം ചെയ്യും. അതാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇനി എല്ലാ ഇടവം ചിങ്ങം രാശിക്കാർക്കും ഈ ബുധ ഗുരു യോഗം മിഥുനൻ രാശിയിൽ വരുമ്പോൾ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യണമെന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബുധനും വ്യാഴവും നിങ്ങളുടെ ജാതകത്തിൽ ജനന സമയത്ത് നല്ല നിലയിലാണ് എങ്കിൽ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അപഹാരകാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ദശയോ അപഹാരമോ ഏതായാലും നടക്കുന്നതേ എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മെച്ചമുണ്ടാകും. മറിച്ച് വ്യാഴം അനിഷ്ടഭാവസ്ഥിതിയിലാണ് അല്ലെങ്കിൽ നീചത്തിലാണ്, അതുപോലെ തന്നെ ബുധനും അനുകൂലമല്ലാതെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ യോഗം കൊണ്ട് ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങളൊന്നും ഉണ്ടാകും എന്ന് പറയുന്നുമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല മെച്ചമുണ്ടാകുന്ന കുറച്ച് ദിവസമാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ യോഗം നിലനിൽക്കുന്നത് വെറും 9 ദിവസം മാത്രം. അപ്പം ഈ 9 ദിവസം കൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതിന് മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരത്തില്ല. അപ്രതീക്ഷിതമായിട്ട് എത്രയോ അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. അപ്പോൾ 9 ദിവസവും അത് തള്ളിക്കളയാവുന്നതല്ല. അത് ആ 9 ദിവസവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാം. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ബുധൻ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളവർ, അധ്യാപകർ, റിപ്പോർട്ടിംഗ് ജോലികൾ ചെയ്യുന്നവർ, ജേർണലിസ്റ്റ്, CAക്ക് പഠിക്കുന്നവർ, രാഷ്ട്രീയക്കാർ മുതലായവർക്കും സിവിൽ എഞ്ചിനീയർമാർക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും സാമ്പത്തികമായി ഉയർച്ചയും സംസാരം കൊണ്ടും രചന കൊണ്ടും അവർക്ക് ഒരുപാട് മേന്മയും ഉണ്ടാകും എന്നതാണ്. വ്യാഴം ദ്രവ്യലാഭത്തെ ഉണ്ടാക്കും, ധനലാഭത്തെ ഉണ്ടാക്കും. ഈ 2 വാക്ക് സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ ധനം വേറെ, ദ്രവ്യം വേറെ. അതായത് പണം കിട്ടുന്ന സാധനങ്ങൾ, അതാണല്ലോ ദ്രവ്യം. ഇപ്പം സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അമൂല്യ വസ്തുക്കളോ എന്തുമാകാം. അപ്പം അങ്ങനെയുള്ള ദ്രവ്യലാഭം, ധനലാഭം, ശത്രുനാശം, വ്യാഴവും ബുദ്ധിയും ധനവും നിധിയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ധനം ഇരിക്കുന്ന ഇടമാണ് വ്യാഴത്തെ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ കാരകത്വത്തിലൊക്കെ വരുന്നത്. അപ്പം ധനമിടപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ധനകാര്യം, ടാക്സ്, അതുപോലെ ഷെയർ മാർക്കറ്റ്, പൊളിറ്റിക്സ്, ഫിലോസഫി, വകുപ്പ് മേധാവികളായിട്ട് ജോലി ചെയ്യുന്നവരെ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ളവരെ, പ്രൊഫസർമാർ, ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ പുരോഹിതന്മാർ, അതായത് മത മേധാവികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഗുണമുണ്ടാകാം. അതുപോലെ വിദ്യാഭ്യാസം മൂലം ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവരെ, ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് നേടാൻ ആഗ്രഹിക്കുന്നവരെ, ഇവർക്കെല്ലാം തന്നെ നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. രാജയോഗം പോലെ തന്നെ ഗുണമുണ്ടാകുന്ന ഒരു യോഗമാണ് ഈ ബുധനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ അന്നേരം ഒരു കാര്യം എന്നോട് ചോദിക്കും, വ്യാഴത്തിൻ്റെ ശത്രുവല്ലേ ബുധൻ എന്ന്. ശരിയാണ്. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ശത്രുരാശിയാണ് പരസ്പരം നിൽക്കുന്നത് എങ്കിൽ അതിൻ്റേതായ ചില തടസ്സങ്ങളോ ചില പോരായ്മകളോ ഇടയ്ക്കുണ്ടാകാം എന്നതിന് ഒഴിച്ചാൽ ശത്രുരാശിയിലൊന്നും അല്ല വ്യാഴം നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവുകയും ചെയ്യും. മേടം, മിഥുനം, കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല ഈ യോഗം കൊണ്ട്. അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ അനുകൂലമായാൽ അതിൻ്റെ ചിലപ്പം ഗുണമുണ്ടായെന്ന് വരാം. ഇടവം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാകും. മറ്റ് രാശിക്കാർക്ക് ബുധനോ വ്യാഴമോ ഗുണം ഏതാണോ ചെയ്യുന്നത് എന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കന്നിരാശിക്ക് ബുധൻ ഗുണവും വ്യാഴം ദോഷവുമാണ്. കാരണം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ച് ബുധൻ ഗുണമാണ്, വ്യാഴം ദോഷവുമാണ്. 10 ബുധൻ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ നമുക്ക് ഗുണം ചെയ്യും.
എന്നാൽ സാമ്പത്തികം പ്രതീക്ഷയ്ക്കനുസരിച്ച് ലഭിക്കത്തില്ല. കാരണം ബുധൻ എന്താണെന്ന് ചോദിച്ചാൽ അറിവാണ്, 10ാം ഭാവം കർമ്മസ്ഥാനമാണ്. അപ്പം പഠിച്ച തൊഴിൽ കിട്ടാം, അല്ലെങ്കിൽ പഠനത്തിനനുസരിച്ചുള്ള ജോലി സാധ്യതയുണ്ട്. പക്ഷെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ശത്രുരാശി ആയതുകൊണ്ടും, അതുപോലെ തന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ശമ്പളം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിക്കുക ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശമ്പളം കിട്ടും, പക്ഷെ ഉദ്ദേശത്തിന്. എന്നാൽ വ്യാഴം അനുകൂലമായ ഇഷ്ടസ്ഥാനത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ശമ്പളവും കിട്ടും. ഇനി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ ഗുണമല്ല, വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. വിദ്യാഭ്യാസ കാര്യം അനുസരിച്ചല്ലാത്ത ഭാഗ്യം, ബുധനാണല്ലോ വിദ്യയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബുധൻ മോശമാകുമ്പോൾ പഠിച്ച വിദ്യയോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളോ അല്ലാത്ത ഭാഗ്യാനുഭവങ്ങളിൽ ഉണ്ടാകാം. ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ്. അത് സന്താനങ്ങളെ സൂചിപ്പിക്കാം, ഗുരുജനങ്ങളെ സൂചിപ്പിക്കാം, അച്ഛനെ സൂചിപ്പിക്കാം. അതുപോലെ അപ്രതീക്ഷിതമായ ധനലാഭം അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രവ്യലാഭം, ഇതൊക്കെ സൂചിപ്പിക്കും. വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ബുധൻ അനുകൂലവും വിദ്യാഭ്യാസ പുരോഗതിയും പഠിക്കാനുള്ള കഴിവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം തന്നെ ലഭിക്കും. എന്നാൽ വ്യാഴം അനുകൂലമല്ല. അനുകൂലമല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ധനുരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബുധൻ അനുകൂലമല്ല, എന്നാൽ വ്യാഴം വളരെ അനുകൂലമാണ്, 7ാം ഭാവത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജീവിത പുരോഗതിക്ക് പഠിച്ച തൊഴിലോ ബന്ധുക്കളോ ഒന്നും കാര്യമായി സഹായിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ചിലപ്പോൾ കലഹമായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് 10ൽ ബന്ധുകലഹം എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. 7ാം ഭാവത്തിലല്ല, 7ാം ഭാവത്തിൽ കലഹം എന്നൊക്കെ സൂചിപ്പിച്ചത്. അപ്പം വ്യാഴം നേർവഴി കാണിച്ചു തരും. 7ാം ഭാവം മാർഗസ്ഥാനം കൂടിയാണ്. ദാമ്പത്യ വിഷയങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും. വിവാഹ സംബന്ധമായ തടസ്സങ്ങളോ മാറ്റിവെക്കലോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടവർക്ക് അതും മാറും. സന്താന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടവർക്ക് അത് മാറി കളത്ര സുഖം അനുഭവിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ധനത്തിൻ്റെ കാരകനാണ്, അതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വാക്കിനെയും ക്രോഡീകരിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. ഇനി മകരൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ ഗുണം ചെയ്യും, വ്യാഴം ഗുണം ചെയ്യുന്നില്ല. അപ്പം മകരത്തിൽ വ്യാഴം 6ാം ഭാവത്താണ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ചെയ്താലും അതിന് തക്ക ഒരു ഗുണം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. വിദ്യാഭ്യാസം കാണും, അതുപോലെ തന്നെ നല്ല സർട്ടിഫിക്കറ്റൊക്കെ കൈ കാണും. പക്ഷെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ ഒരു തടസ്സം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ 6ൽ വ്യാഴം വരുമ്പോഴുള്ള ഒരു പ്രത്യേകത. കാരണം എന്ന് പറയുമ്പോൾ വലിയ കോമ്പറ്റീഷനെയും മത്സരത്തെയും ഒക്കെ നേരിടും. അങ്ങനെയുള്ള മത്സരങ്ങളെ നേരിടുമ്പോൾ പലപ്പോഴും നമ്മളെ കവച്ചു വെച്ചും മറ്റുള്ളവരെ മുൻപിൽ കയറും. ഇതൊക്കെയാണ്. പക്ഷെ വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഭാഗ്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മീനൻ രാശിയുടെ കാര്യം എടുത്താലോ? മീനൻ രാശിയുടെ കാര്യം എടുക്കുമ്പോൾ 4ലാണ് ബുധനും വ്യാഴവും നിൽക്കുന്നത്. 4ലെ ബുധൻ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മെച്ചമുണ്ടാകുക, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വിദ്യാഭ്യാസം, അതുപോലെ വീട്ടിൽ ഉള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലെല്ലാം, അതായത് ഗൃഹോപകരണങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അതുപോലുള്ള അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ മെച്ചമുണ്ടാകാം. എന്നാൽ വ്യാഴം അനുകൂലമല്ല. 4ലെ വ്യാഴം എന്ന് പറയുമ്പോൾ അത്ര മെച്ചമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു സുഖക്കുറവ് സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം എന്തെല്ലാം ഉണ്ടായാലും അതിനൊരു തൃപ്തിയോ ഒരു സുഖമോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഓരോ രാശികളെക്കുറിച്ചും ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ഇത്തരത്തിൽ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ശരിയായ രൂപം നമുക്ക് ലഭിക്കത്തുള്ളൂ. ചില വീഡിയോ ഞാൻ കാണുമ്പോൾ എനിക്ക് തന്നെ തമാശ തോന്നും. ഏതെങ്കിലും ഒരു ഇപ്പം ജൂൺ 5, 6, 7 ഈ 3 ദിവസങ്ങളിൽ 9 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കോടീശ്വര യോഗം ഉണ്ടാകും. ഇത് അനുഭവപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെളുപ്പാങ്കാലത്ത് 3 മണി മുതലെന്നും അതുപോലെ വൈകുന്നേരം 6:32 വരെയെന്നും കൃത്യമായ സമയം കൊടുക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ജ്യോതിഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ
മറ്റുള്ളവർ ആകൃഷ്ടരാകുന്നു എന്നാണ്. എൻ്റെ വീഡിയോയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിൽ ഉള്ള വീഡിയോകളാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എനിക്ക് ഉള്ള വ്യൂസൊക്കെ മതി, പക്ഷേ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജ്യോതിഷം പഠിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിയുകയോ ഒക്കെ ചെയ്യുന്നവരാരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.